LSS USS എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പൊതുവിജ്ഞാന പാട്ടിൻ്റെ 2 എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ത്യയിൽ ഏറ്റവും അധികം ജൈന മതക്കാരുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് ഏറ്റവും അധികം ജൈന മതക്കാരുള്ളത്. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹേബർ പ്രക്രിയ. ഡൽഹിയെ ദേശീയ തലസ്ഥാന പ്രദേശമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? 69-ാം ഭേദഗതി. ന്യൂയോർക്ക് ഏത് സമുദ്രത്തിൻ്റെ തീരത്താണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്താണ് ന്യൂയോർക്ക്. ബോൾഷെവിക് വിപ്ലവം നടന്നത് ഏത് രാജ്യത്താണ്? റഷ്യയിലാണ് ബോൾഷെവിക് വിപ്ലവം നടന്നത്. സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത് ആർക്കാണ്? ഗവർണർക്കാണ് സംസ്ഥാന മന്ത്രിസഭ പിരിച്ചുവിടാൻ അധികാരമുള്ളത്. അവനവൻ കടമ്പ രചിച്ചത് ആരാണ്? കാവാലം നാരായണപ്പണിക്കർ. അശ്വമേധം എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആരാണ്? ഡി. വിൻസെൻ്റ്. തവിട്ട് കൽക്കരി എന്നറിയപ്പെടുന്നത് എന്താണ്? ലിഗ്നൈറ്റിനെയാണ് തവിട്ട് കൽക്കരി എന്നറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ വൈസ്രോയി ആരായിരുന്നു? ലിൻ ലിത്കോ പ്രഭു ആയിരുന്നു അന്നത്തെ വൈസ്രോയി. സരോജിനി നായിഡു ജനിച്ചത് ഏത് വർഷമാണ്? 1879. സ്വാമി ആനന്ദ തീർത്ഥൻ എവിടെയാണ് ജാതിനാശിനി സഭ രൂപീകരിച്ചത്? കണ്ണൂർ. ഹിന്ദു പിന്തുടർച്ചാവകാശ നിയമം പാസാക്കിയത് ഏത് വർഷമാണ്? 1956. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് എവിടെയാണ്? കണ്ണൂരാണ് കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ്. ലോകസഭയിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് രാമസ്വാമി. ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഏത് മൃഗമാണ്? വരയാട്. മലയാള ഭാഷ സംസാരിക്കുന്ന സംസ്ഥാനത്തെ പ്രദേശം ഏതാണ്? മാഹി. രാജാക്കന്മാരിൽ സംഗീതജ്ഞനും സംഗീതജ്ഞരിൽ രാജാവുമായ ആൾ ആരാണ്? സ്വാതി തിരുനാൾ. ക്യാൻസർ കോശങ്ങളുടെ വളർച്ച കുറയാൻ സഹായിക്കുന്ന കുർക്കുമിൻ അടങ്ങിയ വസ്തു? മഞ്ഞൾ. ഡോക്ടർ പൽപ്പു നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം? സഹോദര സംഘം. സൂര്യനും ഭൂമിക്കും ഇടയിൽ ശുക്രൻ വരുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര്? ശുക്രസംധരണം. സിദ്ധാനുഭൂതി രചിച്ചത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. പണ്ഡിറ്റ് കറുപ്പൻ മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. ഏത് പേരിലാണ്? കേരള ലിങ്കൺ. മ്യാൻമറിൻ്റെ പഴയ പേര് എന്താണ്? ബർമ്മ എന്നാണ് മ്യാൻമറിൻ്റെ പഴയ പേര്. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. കേരളസിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരാണ്? സർദാർ KM പണിക്കർ. ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് ഏത് വർഷമാണ്? 1936. എൻഡോസൾഫാൻ ബാധിതർ കൂടുതലുള്ള ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ല. സഹോദരൻ അയ്യപ്പൻ അന്തരിച്ചത് ഏത് വർഷമാണ്? 1968. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മഹാനദിയിലാണ് ഹിരാക്കുഡ് അണക്കെട്ട്. പഞ്ചായത്തി രാജ് നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം? മധ്യപ്രദേശ്. മഹാരാജ രഞ്ജിത് സിംഗിന് കോഹിനൂർ സമ്മാനിച്ചത് ആരാണ്? മുഹമ്മദ് ഷാ. മാനസ ചാബല്യം ആരുടെ കൃതിയാണ്?
വാഗ്ഭടാനന്ദൻ. മാപ്പിള സമരവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാറിലെ ബ്രിട്ടീഷ് കളക്ടർ HV കനോലി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. മുനിജജ്യ പഞ്ചകത്തിൻ്റെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. കേരളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരമാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് ഏത് വർഷമാണ്? 1920 ഗാന്ധിജി ആദ്യം കേരളത്തിൽ വന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം പൂനെയിൽ നിന്ന് ബോംബെയിലേക്ക് മാറ്റാൻ കാരണമായ പകർച്ചവ്യാധി പ്ലേഗ്. കടലിനടിയിലൂടെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ ടണൽ ചാനൽ ടണൽ. ഭാരതപ്പുഴയെ ശോകനാശിനിപ്പുഴ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ലെനിൻഗ്രാഡിൻ്റെ പുതിയ പേര് എന്താണ്? സെന്റ് പീറ്റേഴ്സ്ബർഗ്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ബാലഗംഗാധര തിലകൻ. വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. ഒമാൻ്റെ തലസ്ഥാനം ഏതാണ്? മസ്കറ്റാണ് ഒമാൻ്റെ തലസ്ഥാനം. ചോക്ലേറ്റിൽ ആസിഡ് ഏതാണ്? ഓക്സാലിക് ആസിഡാണ് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്നത്. ചൈനയോടൊപ്പം പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. നിങ്ങൾക്കുള്ള ചോദ്യമാണ് അടുത്തത്. കൊട്ടാരങ്ങളുടെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥലം. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഉത്തരവും പേരും എഴുതുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്.